എൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസ് അളവ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് അളവെടുത്ത് സാരി ബ്ലൗസ് വെട്ടുന്നതെന്നും അതിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കുന്നതെന്നാണ്. അതായത് ഒറിജിനൽ ഷോൾഡർ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് ഷോൾഡർ അളവ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കിയുള്ള അളവുകളൊക്കെ നമുക്ക് തയ്യൽത്തുമ്പ് കൂട്ടി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഷോൾഡർ കറക്റ്റ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് കുറച്ച് തയ്ച്ചറിയാവുന്നവർക്ക്, കുറച്ച് പരിശീലനം ഉള്ളവർക്കാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ തുടക്കക്കാരാകുമ്പോൾ ഈ ഷോൾഡർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ അകലമെടുക്കും. അതിനുശേഷം അതേലുള്ള എത്രയാണോ ഉള്ളത് അതനുസരിച്ച് തയ്യൽത്തുമ്പോട് കൂട്ടിയിട്ട് കട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സാധാരണ ശരീരത്തിൽ നിന്ന് ഷോൾഡർ അളവെടുത്തിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എങ്ങനെയാണ് സാരി ബ്ലൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അളവിനായിട്ട് തന്നിട്ടുള്ള സാരി ബ്ലൗസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ ബുക്കിലൊന്ന് എഴുതി കറക്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. സാരി ബ്ലൗസ് നമ്മൾ പുറകു വശം നമ്മൾ മേശയിൽ നല്ല വൃത്തിയായിട്ട് ചുളുങ്ങാതെ കറക്റ്റ് ചെയ്ത് നമ്മളിടുക. അതിനുശേഷം നമുക്ക് ഇറക്കമാണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇറക്കം നോക്കാം. സാരി ബ്ലൗസ് നമുക്ക് കൈ കിട്ടിയാൽ നമ്മൾ അവർക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 14.5 അപ്പോൾ അവരിനി നമ്മളോട് ഇറക്കം കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ അവർ എത്രയാണോ പറഞ്ഞപ്പോൾ 1/2 ഇഞ്ചായിരിക്കും, ചിലപ്പോൾ 1 ഇഞ്ചായിരിക്കും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമുക്ക് നമ്മളോട് ഇറക്കം ഒന്നും കൂട്ടാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 14.5 തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് 1 ഇഞ്ച് നമുക്ക് അങ്ങനെ പോകും. ഇനി നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പടി വെച്ച് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ, ഇവിടെ നമ്മൾ 1 ഇഞ്ച് പറഞ്ഞു, 1.5 ഇഞ്ചും കൂടെ കൂടുതലിടും. അതായത് മടക്കി തയ്ക്കാൻ വേണ്ടി. ഇല്ല നമ്മൾ പടി വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പടി വെച്ച് തയ്ക്കുന്ന പോലെ നമുക്ക് ഇറക്കം രേഖപ്പെടുത്താം. ഇറക്കം നമുക്ക് 15.5. പടിയാണ് മടക്കുന്നതെങ്കിൽ നമ്മൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ കൂടുതലിടും. ഇപ്പം നമുക്ക് 14.5 കൂടെ 2 ഇഞ്ച് വരുമ്പോൾ 16.5 വരും മടക്കി തയ്ക്കുകയാണെങ്കിൽ. നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴുത്തെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ കൈയുടെ താഴത്തെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഈ ബ്ലൗസിന് നമ്മൾ ശരീരത്തെ അളവിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചാണ് ലൂസ് കൂട്ടിയിട്ടുണ്ടാവുക. അതായത് ഇതിപ്പം 20 ഇഞ്ചാണ്, ടോട്ടൽ 40 ഇഞ്ച് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ചെസ്റ്റ് അളവ് 36 ഇഞ്ചായിരിക്കും. കാരണം 4 ഇഞ്ച് ലൂസായിരിക്കും മിക്കവാറും കൂട്ടിയിട്ടുണ്ടാവുക. ചിലത് 3 കൂട്ടുന്നുണ്ടാവുള്ളൂ, ചിലത് 4 കൂട്ടുന്നുണ്ടാവും. പക്ഷേ ഇത് 4 ഇഞ്ച് കൂട്ടിയ ബ്ലൗസാണ്, അതുകൊണ്ടാണ് നമുക്ക് 20 ഇഞ്ച് വന്നത്. അപ്പോൾ ഇവരുടെ ചെസ്റ്റ് അളവ് 36 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 40 വന്നു. പിന്നെ നമ്മൾ താഴത്തെ ഷേപ്പ് വണ്ണം വേസ്റ്റ് അളവാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 16.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വേസ്റ്റ് അളവ് 33. അപ്പം ചെസ്റ്റ് അളവ് 36, വേസ്റ്റ് അളവ് 33. അങ്ങനെ നമ്മൾ ഇറക്കം നോക്കി ചെസ്റ്റ് അളവ് കണ്ടുപിടിച്ചു, വേസ്റ്റ് അളവ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 40 വന്നു. അതാണിപ്പം ബ്ലൗസിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. വേസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മളൊന്നും കൂട്ടുന്നില്ല, കറക്റ്റ് അളവാണ്. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നിന്ന് എത്തിച്ചാൽ നമുക്കിവിടെ തയ്ച്ച് തീർന്നപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിങ്ങനെ വെച്ചാൽ നമുക്ക് 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴുത്തിറക്കം 8 എന്ന് എഴുതി വെക്കാം. പുറകിലത്തെ ഇറക്കം 8 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ അളക്കുന്ന വിധമാണ് പറഞ്ഞത്. നമ്മൾ മുകളിലത്തെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ തയ്ച്ച രീതിയിൽ നമ്മളിങ്ങനെ ടേപ്പിങ്ങനെ വളച്ച് പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന അളവ് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇത് ലൂസ് കൂട്ടിയ വണ്ണമായതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞത് 16 ഇഞ്ചായിരിക്കും. അതായത് 8 ഇഞ്ച്. 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടിയതായിരിക്കണം. ഈ തുണി തയ്ക്കുമ്പോൾ ആളെ ലൂസ് കൂട്ടിയതാണ് 1/2 ഇഞ്ച്. അപ്പോൾ അവരുടെ ഒറിജിനൽ ഷോൾഡർ അല്ലെ കൈക്കുഴി അളവെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞത്
16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ലൂസ് കൂട്ടിയിട്ടുള്ളതായിരിക്കണം ഈ 8.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് അവരുടെ ആം ഹോൾ റൗണ്ട് 16 എന്ന് എഴുതി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇനി നോക്കട്ടെ, നമുക്ക് കയ്യുടെ ഇറക്കം. ഇവരുടെ കയ്യുടെ ഇറക്കം 5.5 ഇഞ്ചാണ് തയ്ച്ച് തീർന്നു വന്നിട്ടുള്ളത്. ഇത് ലൈനിങ് വെച്ച് തയ്ച്ചതായതുകൊണ്ട്, ഉള്ളിൽ ലൈനിങ് ആണ്. ഇപ്പോൾ ലൈനിങ് വെച്ച് തയ്ച്ചതായതുകൊണ്ട് ഈ കയ്യുടെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ തയ്ക്കുന്ന തുണി ലൈനിങ് ഉള്ള തുണിയാണെങ്കിൽ, ലൈനിങ് വെച്ചിട്ടുള്ള ബ്ലൗസ് തുണിയാണെങ്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. ഇല്ല നമ്മൾ മടക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 5.5 ആണുള്ളത്. നമുക്ക് കയ്യുടെ ഇറക്കം 5.5 എഴുതി വെക്കാം. അപ്പോൾ 5.5 എഴുതി വെച്ചു. ഇനി നമ്മൾ ഇത്ര അളവെടുത്തു. ഇതിൻ്റെ കയ്യുടെ വണ്ണം 8 ഇഞ്ചാണ്. മുകൾവശത്തെ വണ്ണം തയ്ച്ച് തീർന്നപ്പോൾ 8 ഇഞ്ചാണ്. താഴത്തെ വണ്ണം നമ്മളിവിടെ വെച്ച് 14, നമുക്ക് കിട്ടിയിട്ടുള്ളത് 6.25 ഇവിടെയാണുള്ളത്. 6.25 ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ അടിവശത്തെ വണ്ണം 6.25. ഇനി നമുക്ക് നോക്കേണ്ടത് ഷോൾഡർ അളവാണ്. നമുക്കിങ്ങനെ തിരിച്ചിട്ടിട്ട് എടുക്കാം. നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ, അതായത് തയ്യൽ പഠിച്ചു വരുന്നതേ ഉള്ളെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ നല്ലൊരു വശത്തിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് അളവ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ അടിച്ച വണ്ണത്തിൽ നിന്ന്, അതായത് നമ്മൾ സൈഡ് അടിച്ച വണ്ണത്തിൻ്റെ അവിടുന്ന് ഈ സൈഡ് അടിച്ച വണ്ണത്തിലേക്ക് എത്ര ഉണ്ടെന്നാണ് കറക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട അളവാണ് നോക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ. അത് നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. നമ്മൾ ഇവിടെ ഷോൾഡർ നമുക്ക് 2 വിധത്തിൽ അളന്നെടുക്കാം. ഒന്ന്, നമ്മൾ കഴുത്തൊക്കെ കറക്റ്റ് നമ്മൾ വെച്ചിട്ട് കഴുത്തൊക്കെ കറക്റ്റ് വെക്കുക, അകന്നു പോകാതെ കറക്റ്റ് വെക്കുക. നമ്മൾ എങ്ങനെയാണോ കഴുത്ത് ഇരിക്കേണ്ടത് അതുപോലെ തന്നെ കറക്റ്റ് വെക്കുക. അതിനുശേഷം ഈ കൈയടിച്ച് ഈ തയ്യൽ തുമ്പ്, അതായത് ഈ കൈയടിച്ച സ്ഥലത്ത് നിന്ന് ഈ കൈയടിച്ച സ്ഥലത്തേക്ക് ടേപ്പ് വെക്കുക. ഇങ്ങനെ. അപ്പോൾ നമുക്കിവിടെ കഴുത്തകലം ഉണ്ടായിരിക്കണം. കഴുത്തിടുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ആയിരിക്കണം ബ്ലൗസ് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ അളവ് വന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ ഈ 12 ഇഞ്ച് തയ്ച്ച് തീർന്നപ്പം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ ഉപയോഗിച്ച തയ്യൽ തുമ്പും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കണം. അതായത് നമുക്ക് കൈ അടിക്കാൻ വേണ്ടി 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ പോയിട്ടുണ്ടാവും. 1/4 ഇഞ്ച് നമുക്ക് കണക്കാക്കാം. ഇവിടുത്തെ 1/4 ഇഞ്ച്, ഇവിടുത്തെ 1/4 ഇഞ്ച്, അപ്പോൾ 1/2 ഇഞ്ച്. ഇനി കഴുത്ത് തയ്ക്കാനുള്ള 1/2 ഇഞ്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ 1/4 ഇഞ്ച് ഈ ചുറ്റും വരുമ്പോൾ ഇവിടെയും 1/4 ഇഞ്ച് പോകും, ഇവിടെയും 1/4 ഇഞ്ച് പോകും. ഇവിടെ അപ്പം കഴുത്തിന് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് പോയിട്ടുണ്ട്, കൈക്ക് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട്. അപ്പം 1 ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പം 12 ഇഞ്ച് നമ്മുടെ ബ്ലൗസ് സൈഡിലുള്ള ഷോൾഡർ ആണെങ്കിൽ 12 ഇഞ്ച് നമ്മുടെ ഷോൾഡർ, 1 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ്. നമ്മളെടുത്തത് കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് 3 കുറയ്ക്കേണ്ടത്. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് ഇവരുടെ ഒറിജിനൽ ഷോൾഡർ 16. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ബ്ലൗസ് സൈഡിൽ നമ്മൾ ഈ 2 കൈയും കൂടെ പിടിപ്പിച്ച സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടുത്തെ തയ്യൽത്തുമ്പും കൈയുടെ തയ്യൽത്തുമ്പും, ഇവിടുത്തെ തയ്യൽത്തുമ്പ് ഈ കൈയുടെ തയ്യൽത്തുമ്പ്, അങ്ങനെ നമ്മൾ 1 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 12 പ്ലസ് 1 ആകുമ്പോൾ 13 കിട്ടുന്നു. അപ്പം നമ്മൾ കഴുത്തിറക്കം 8 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 3 ആയിരിക്കും കുറച്ചിട്ടുണ്ടാവുക. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് അവരുടെ ഒറിജിനൽ ഷോൾഡർ 16 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏത് ബ്ലൗസ് എടുത്താലും ഇങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് നിലവിലുള്ള ഷോൾഡർ എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടുക. 1 ഇഞ്ച് കൂട്ടി കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ നോക്കുക. അപ്പോൾ അതനുസരിച്ചായിരിക്കും, കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചായിരിക്കും ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പം 6, 7 ഒക്കെ ആകുമ്പോൾ 2, 2.5 ആയിരിക്കും കുറച്ചിട്ടുണ്ടാവുക. പിന്നെ ഇനി 4ന് മുകളിലേക്കാണെങ്കിൽ 1.5 ഇഞ്ചായിരിക്കും കുറച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഇപ്പം വേറൊരു ബ്ലൗസും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് 16 ഇഞ്ച് ഷോൾഡർ കിട്ടി. ഇപ്പം അതുപോലെ നമുക്കൊരു സാരി ബ്ലൗസ് എടുത്തിട്ട് ഇതിൻ്റെ ഷോൾഡർ നോക്കാം. ഇങ്ങനെയാണുള്ളത്. ഇത് നമ്മുടെ കഴുത്തിറക്കം 7 ഇഞ്ചാണുള്ളത്.
മറ്റേത് നമുക്ക് 8 ആയിരുന്നു, ഇത് 7 ഇഞ്ചേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഷോൾഡർ നോക്കാം. ഇവിടെ നമുക്ക് ഷോൾഡർ അളവ് 12.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവർക്കുള്ള ഒറിജിനൽ ഷോൾഡർ എത്രയാണെന്ന് ചോദിച്ചാൽ 12.5യുടെ കൂടെ നമ്മൾ ഈ തയ്യൽ തുമ്പുകൾ കൂട്ടുക, അതായത് 1 ഇഞ്ച്. അപ്പം നമുക്ക് 13.5 വന്നു. 13.5യുടെ കൂടെ നമ്മൾ കഴുത്തിറക്കം നോക്കുക. 13.5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 12.5 തയ്ച്ച് തീർന്നപ്പോൾ ഉള്ള ഷോൾഡറും 1 ഇഞ്ച് തയ്യൽ തുമ്പും 13.5 വന്നു. അതിന് ശേഷം നമുക്ക് കഴുത്തിറക്കം തയ്ച്ച് തീർന്നപ്പോൾ ഇവർക്ക് 7 ഇഞ്ചാണ്. അപ്പം ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് ഇവർ 2.5 ഇഞ്ചായിരിക്കും കുറച്ചിട്ടുണ്ടാവുക. അപ്പോൾ 2.5 വരുമ്പോൾ നമുക്ക് 13.5യും 2.5യും വരുമ്പോൾ 16 തന്നെ കിട്ടി. ഇങ്ങനെയും വരാം. കഴുത്ത് ഇറക്കത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ അതായത് ഷോൾഡറിൻ്റെ വീതിയിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ചിൻ്റെ കഴുത്തുള്ളതും 7 ഇഞ്ചിൻ്റെ കഴുത്തുള്ളതുമായ ഷോൾഡർ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലും കുറഞ്ഞൊരു കഴുത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഷോൾഡർ നോക്കാം. ഇത് 17.5 വണ്ണം ചെസ്റ്റ് വണ്ണം വരുന്ന ഒരു സാരി ബ്ലൗസാണ്. അപ്പം ഇവരുടെ ചെസ്റ്റ് വണ്ണം 31 ആയിരിക്കും. ഒറിജിനൽ ചെസ്റ്റ് വണ്ണം 31 ആയിരിക്കും. ഇവരുടെ ഷോൾഡർ നമുക്കിവിടെ 11 ഇഞ്ചാണ്. അപ്പോൾ ഇവരുടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടുമ്പോൾ ഇത് 12 ഇഞ്ചായി. 11 ഇഞ്ച്, പിന്നെ നമുക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുമ്പോൾ 12 ഇഞ്ചായി. ഇനി കഴുത്തിറക്കം നോക്കണം. കഴുത്തിറക്കം നമുക്ക് 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ചായിരിക്കും കുറച്ചുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഒറിജിനൽ ഷോൾഡർ അളവ് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കഴുത്തിറക്കത്തിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 4.5 ഇഞ്ച് കഴുത്ത് വന്നാലും 8 ഇഞ്ച് കഴുത്ത് വന്നാലും 7 ഇഞ്ച് കഴുത്ത് വന്നാലും ഇങ്ങനെയാണ് ഷോൾഡർ നമ്മൾ അളന്ന് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഷോൾഡർ നമുക്ക് നിവർത്തിയിട്ടിട്ട് നോക്കാൻ വിഷമമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ബ്ലൗസ് ഇങ്ങനെ 4 മടക്കുക. ഉണ്ടോ? അങ്ങനെ 4 മടക്കി കറക്റ്റ് വെക്കുക. ഇവിടെ 2 തയ്യൽത്തുമ്പും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ തയ്യൽത്തുമ്പും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ബ്ലൗസ് വെക്കുക. അതിന് ശേഷം നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് നമ്മളൊരു ബ്ലൗസ് എല്ലാം കറക്റ്റ് വെച്ച് നമ്മളൊരു സ്കെയിൽ എടുത്ത് ഇങ്ങനെ കറക്റ്റ് വെക്കുക. ഉണ്ടോ? മറ്റേ നിവൃത്തി ഇടുമ്പം ചിലപ്പം കഴുത്തിങ്ങനെ വലിഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക്, തുടക്കക്കാർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പം ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് 4 മടക്കിയിടുക. എന്നിട്ടൊരു സ്കെയിൽ എടുത്ത് വെക്കുക. അതിന് ശേഷം സ്കെയിലിങ്ങനെ ചേർത്ത് വെച്ച ശേഷം ഇവിടെ നിന്ന് ഈ സ്കെയിലിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 2 മടക്കിയതായതുകൊണ്ട് ഇത് ഒരു വശത്തെ ഷോൾഡറിൻ്റെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പം 12 ഇഞ്ച് കൂടെ നമ്മൾ ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് 1 ഇഞ്ച് കൂട്ടുക. 13 വന്നു. അപ്പം ഇത് കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ആയതുകൊണ്ട് ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവുക 3 ഇഞ്ചാണ്. അപ്പം 13ഉം അതായത് 12 ഇതിൽ തയ്ച്ച് തീർന്നപ്പോൾ കിട്ടിയത് 1 ഇഞ്ച് നമ്മൾ ഷോൾഡർ നമ്മൾ ലൂസ് കൂട്ടിയത്, അതായത് തയ്യൽത്തുമ്പ് കൂട്ടിയത്, കൂടാതെ നമ്മൾ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുന്ന 3 ഇഞ്ച്. അപ്പം 13ഉം 3ഉം 16 ഇഞ്ച്. അങ്ങനെ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും നമുക്ക് കണ്ടുപിടിച്ച് നമ്മൾ 3 വിധത്തിൽ, അതായത് കഴുത്തിറക്കം വ്യത്യാസം വരുന്നതനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് വശത്തെ ഇറക്കമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശത്തെ ഇറക്കം നോക്കേണ്ടത്, ഷോൾഡർ നമ്മൾ കൈക്കുഴി, ആംപോൾ റൗണ്ട്, കൈ ഇറക്കം, കൈവണ്ണം എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കഴുത്തിറക്കം. ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം ഇവിടെ 6 ഇഞ്ചാണ്. തയ്ച്ച് തീർന്നപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കമാണ് നോക്കേണ്ടത്. ഇവിടെ തയ്ച്ച് തീർന്നപ്പോൾ ഉള്ള അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം 12.5 അപ്പോൾ ഇതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂട്ടി നമ്മൾ ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് 12.5യുടെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 13.5 ഫ്രണ്ടിലത്തെ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കമായിട്ട് കിട്ടുന്നത്. അണ്ടർ വെസ്റ്റ് ഇറക്കം വരുന്നത് 12.5യുടെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടുമ്പോൾ 13.5 വന്നു. ഇനി നമുക്ക് BP പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് പിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 1/2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് BP പോയിൻ്റ് 10 ഇഞ്ച്. ഇനി നമുക്ക് BP ടു BP ആണ്, അതായത് ഈ പോയിന്റിൻ്റെ അകലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 40 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 36 ആയതുകൊണ്ട് തന്നെ
നമ്മൾ 4 ഇഞ്ച് അകലം, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് അകലം കൊടുക്കണം. BP പോയിന്റിന്റെ BP ടു BP 8. ഇനി നമ്മുടെ ബാൻഡിന്റെ ഇറക്കം നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത്, നമ്മൾ ഈ മെയിൻ ടക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എത്രയാണോ അത് നമ്മൾ ബാൻഡിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ബ്ലൗസ് കറക്റ്റ് കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് വെട്ടുന്ന എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഈ അളവ് വെച്ച് നമുക്ക് വെട്ടുന്ന എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അളവെടുക്കുന്നത്. ഇനി കഴുത്തകലം. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഷോൾഡർ നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെസ്റ്റ് അളവിനെ നമ്മൾ 6 കൊണ്ട് കരിച്ചാൽ മതി. അതായത് 36നെ നമ്മൾ 6 കൊണ്ട് കരിക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് എടുക്കേണ്ടത് കറക്റ്റ് 6 ഇഞ്ചാണ് ഷോൾഡർ. അപ്പം നമ്മൾ പറഞ്ഞു 16 ഇഞ്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് എടുക്കേണ്ടത് ശരിക്കും 6 ഇഞ്ചാണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ബാക്കിയല്ലാതെ ബ്ലൗസിൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമ്മളിത് കറക്റ്റായി വരുന്നുണ്ടോ എന്ന് 36ൻ്റെ ചെസ്റ്റ് അളവിനെ നമ്മൾ 6 കൊണ്ട് കരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ അളവ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇനി നമുക്ക് കഴുത്തകലം വേണമെങ്കിൽ നോക്കണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് 6 ഇഞ്ചാണ്. തയ്ച്ച് തീർന്നപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചായിരിക്കും ഇവർ കഴുത്തിൻ്റെ അകലമായിട്ട് എടുത്തിട്ടുണ്ടാവുക. അത് നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റ് അളവിനെ 12 കൊണ്ട് കരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് അങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ കഴുത്തകലം നെക്കകലം നമ്മൾ 2.5 കണക്കാക്കിയെങ്കിൽ, അതായത് നമുക്ക് തയ്ച്ച് തീർന്നപ്പോൾ 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 5, അപ്പോൾ 5ൻ്റെ പകുതി 2.5 അങ്ങനെ കിട്ടി. നമുക്കിവിടെ 36ന് ഹരിക്കണം 12. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3 ഇഞ്ചാണ്. പക്ഷെ 3 ഇഞ്ച് എടുക്കുമ്പോൾ, അതായത് തയ്ച്ച് തീരുമ്പോൾ വരേണ്ട കണക്കാണ് ഈ 36നെ 12 കൊണ്ട് ധരിക്കുമ്പോൾ നമുക്ക് 3 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. 36നെ 12 കൊണ്ട് ധരിച്ചാൽ നമുക്ക് കഴുത്തകലം കണ്ടുപിടിക്കാം. 36നെ, അതായത് ചെസ്റ്റ് അളവിനെ നമ്മൾ 6 കൊണ്ട് ധരിച്ചാൽ നമുക്ക് ഷോൾഡർ അളവും കണ്ടുപിടിക്കാം. അതായത് നമുക്ക് വേണ്ട അകലം തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഷോൾഡർ അളവാണ് നമ്മൾ 36നെ 6 കൊണ്ട് ധരിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തയ്ക്കുമ്പോൾ ആഡ് ചെയ്തിരിക്കണം. കഴുത്തിറക്കുന്നതനുസരിച്ച് നമ്മൾ എത്രയാണ് ഷോൾഡർ കുറയ്ക്കുന്നത് എന്നുള്ളതും അതിനകത്ത് കണക്ക് കൂട്ടിയിരിക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അളവുകൾ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് തുണിയേൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അളവെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി എഴുതിയിട്ടാൽ നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ അളവനുസരിച്ച് നമ്മൾ തുണി കട്ട് ചെയ്താൽ മതിയാവും. ഇല്ലേ നമ്മൾ ഒറിജിനൽ അളവ് എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ പിന്നെ കൂട്ടാൻ പോകുന്നത് കൊണ്ട് നമുക്ക് സംശയങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ അളവിൽ എഴുതിയിടുക. ഇപ്പോൾ ശരീരത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവ് എഴുതിയിടാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കൂടെ ലൂസ് ചേർത്തിട്ട് നമുക്ക് ബ്ലൗസിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ മറന്നു പോകാതിരിക്കാൻ നമ്മൾ ഉടനെ തന്നെ ആ തയ്യൽ തുമ്പ് എത്രയാണോ നമ്മൾ കൂട്ടേണ്ടത് അത് കൂടെ കറക്റ്റ് ചെയ്ത് നമ്മൾ എഴുതിയിടുക. അപ്പോൾ ഇത്രയാണ് അളവെടുക്കുന്ന വിധമുള്ളത്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തുണി കട്ട് ചെയ്യുക, അതായത് ബ്ലൗസ് കട്ട് ചെയ്യേണ്ട തുണി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ അളവെല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതനുസരിച്ച് ബ്ലൗസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ബ്ലൗസിൻ്റെ പുറകു പീസ് വെട്ടാനായിട്ട് നമുക്ക് തുണി 2ആക്കി മടക്കിയിടാം. നമ്മളിവിടെ തുണി 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇറക്കം കിട്ടേണ്ടത് തയ്ച്ച് തീരും 14.5 ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 15.5 അടയാളപ്പെടുത്തണം. ഞാൻ പടി വെച്ചാണ് തയ്ക്കുന്നത്. മടക്കി തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 2.5 ഇഞ്ച് കൂടുതലിടുക. അതായത് 14യുടെ 2.5 വരുമ്പോൾ നമുക്ക് 17 കിട്ടണം. അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ പടി വെച്ച് തയ്ക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് തയ്ച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 15.5 നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഇനി പിന്നെ നമുക്ക് താഴെ വശം കറക്റ്റ് ആണോ നോക്കണം. ഇത് കറക്റ്റാണ്. നമ്മൾ 15.5 അടയാളപ്പെടുത്തി. ഇവിടെയും 15 അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്കൊന്ന് വരയ്ക്കാം. മുകളിലത്തെ വരയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലൗസിൽ അളക്കുമ്പോൾ നമ്മൾ കഴുത്തിറക്കം അളന്ന ശേഷമാണ് നമ്മൾ ഷോൾഡർ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോൾഡർ കണക്ക് കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം.
അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് അളന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 12 ഇഞ്ചാണ്. ഞാൻ കാണിച്ചിരുന്നു, ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ബ്ലൗസിൽ ഇങ്ങനെ ഇട്ടാൽ നമുക്കിത് കറക്റ്റ് വെച്ചാൽ നമുക്കിത് ഉണ്ടാവും. 12 ഇഞ്ചാണ് തയ്ച്ച് തീർന്നപ്പോൾ കിട്ടിയ ഷോൾഡർ അളവ്. അപ്പോൾ ഇത് നമുക്ക് ഈ 12ൻ്റെ കൂടെ ഇവിടുത്തെ തയ്യൽ തുമ്പ്, ഇവിടുത്തെ അതായത് കഴുത്തിൻ്റെ തയ്യൽ തുമ്പ്, കൈയുടെ തയ്യൽ തുമ്പ്, അങ്ങനെ 1/2 ഇഞ്ച് നമ്മളിവിടെ കണക്കാക്കുക. അതേ 1/2 ഇഞ്ച് ഇവിടെയും കണക്കാക്കുക. അപ്പോൾ നമുക്ക് 1 ഇഞ്ച്, അതായത് 12ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 13 ഇഞ്ച് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് കഴുത്തിറക്കം. കഴുത്തിറക്കം 8 ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ ഇതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ, അതായത് കഴുത്തിറക്കം വരുന്നതനുസരിച്ച് ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലോ അല്ലോ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ബ്ലൗസുകൾ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. തുടക്കക്കാരാകുമ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പം നമ്മളൊരു ബുക്കിൽ എഴുതിയിടുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ കണക്കിന് ഒരു ബുക്കിൽ എഴുതിയിടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇവിടെ 8 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 13 കിട്ടിയിട്ടുണ്ട്. അത് 8 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ 3 ഇഞ്ചായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക. അതായത് അങ്ങനെയാണ് കുറയ്ക്കേണ്ടത്. 8 ഇഞ്ച് വരുമ്പം ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 3 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമുക്ക് 13 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴുത്തിറക്കത്തിനനുസരിച്ച് കുറച്ച് ഷോൾഡർ എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് 16 ഇഞ്ചാണ് ഇവരുടെ ഷോൾഡറിൻ്റെ അളവുണ്ടാവുക. അപ്പം അളന്നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ 16 ഇഞ്ചാണ് ഇവരുടെ ഷോൾഡർ അളവ്. അപ്പം 16ൽ നമുക്ക് കഴുത്തിറക്കം 8 ആയതുകൊണ്ട് കഴുത്തിറക്കം നമ്മൾ 8 അടയാളപ്പെടുത്തി. 8 ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര വന്നു? 13 വന്നു. 13ൻ്റെ പകുതി 6.5 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ വീതിയായിട്ട് അടയാളപ്പെടുത്തണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതൊരു ബ്ലൗസ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടായിരിക്കണം നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കണക്കാക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ കണക്കാക്കിയിട്ട് എത്ര കുറച്ചിട്ടുണ്ടാവും നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. അങ്ങനെ നമുക്ക് ഒറിജിനൽ ഷോൾഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് അളവിനെ 6 കൊണ്ട് ധരിച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഷോൾഡർ അളവ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 36നെ 6 കൊണ്ട് കഴിച്ചാൽ നമുക്ക് 6 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ചേർക്കുന്നതാണ് 6.5 ഇഞ്ച് വരുന്നത്. അതായത് 6ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ 6.5 ഇഞ്ച് കിട്ടുന്നത്. നമ്മളിവിടെ 13ൻ്റെ പകുതി 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തകലം. അപ്പോൾ ഇവരുടെ കഴുത്തകലം വരുന്നത് തയ്ച്ച് തീർന്നപ്പം 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം തയ്ച്ച് തീരുമ്പോൾ തയ്യൽ തുമ്പ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ 2.25 കൊടുക്കാം. കാരണം അടിവശം ഇച്ചിരി വിടർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 4 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്കിത് യു വരയ്ക്കാം. നമ്മൾ യു വരച്ചു. നമുക്കിവിടെ 3 ഇഞ്ച് തയ്ച്ച് തീരുമ്പം കിട്ടിയാൽ ഇത്ര നമുക്ക് തയ്യൽ തുമ്പ് പോയി, ഇവിടുത്തെ തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് 2.25 ഷോൾഡർ വീതി കിട്ടും. ഇനി നമുക്ക് കൈക്കുഴി, അതായത് ആം ഹോൾ റൗണ്ട് അനുസരിച്ച് കൈക്കുഴി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആം ഹോൾ റൗണ്ട് ബ്ലൗസിൽ നിന്ന് അളന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് 16 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ നമുക്ക് 8.25 വരുന്നു. ഇതിൽ 8.5 അത് ഇവർക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് 8.25 കിട്ടുന്ന 8.25 കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത്. നമുക്കിവിടെ കൈക്കുഴിയുടെ ഇറക്കം നമുക്ക് 5.25 കൊടുക്കാം. വരയ്ക്കാം. ഇനി തുടക്കക്കാരാണെങ്കിൽ ഇവിടെ നമ്മൾ 6.5 അടയാളപ്പെടുത്തി വെക്കണം. ഇങ്ങനെ എന്നിട്ട് വേണം നമ്മൾ താഴേക്ക് വരയ്ക്കാൻ. നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവ് നമുക്ക് 10 ഇഞ്ച്, അതായത് 36 നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നുണ്ട്. അപ്പം 4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ നമുക്ക് 40 ഇഞ്ച് വന്നു. അപ്പം 40ൻ്റെ 4 വണ്ണം 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 8.25 കിട്ടുന്നുള്ളൂ. അപ്പം ഇവർക്ക് 6 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുക്കണം. ചിലർ 6.5 തന്നെ കൈക്കുഴിയായിട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ലൂസായി പോകും. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കൈക്കുഴി നമ്മൾ ഷോൾഡർ കൊടുക്കുന്ന 6.5 തന്നെ കൈക്കുഴിയുടെ ഇറക്കമായിട്ടും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ വര വരച്ചതാണ്. ഇവിടെ തയ്യൽ തുമ്പിട്ടിട്ട് ഇവിടെ നമുക്ക് 8.25 1 പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് താഴെ വശത്ത് 33-ന്റെ പകുതി, 33-ന്റെ 4/1. 33-ന്റെ 4/1 എന്ന് പറയുമ്പം 8.25. 8.25 നമ്മളിവിടെ എടുത്തു. ഒന്ന് വരയ്ക്കാം. കയ്യിൽ നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറകുവശം കട്ട് ചെയ്യുന്ന വിധം. ഇപ്പോൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കൂടാതെ ഞാൻ 7 ഇഞ്ച് കഴുത്തിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കുന്നതും 4.5 ഇഞ്ച് കഴുത്തിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കുന്നതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ഷോൾഡർ കറക്റ്റാണ്, അതായത് ബ്ലൗസിൽ നമ്മളിങ്ങനെ തയ്യൽത്തുമ്പ് കൂട്ടി അല്ലെങ്കിൽ നമ്മൾ കൈത്തറക്കത്തിനനുസരിച്ച് ഷോൾഡർ കുറച്ചത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായി വരുമോ നിങ്ങൾക്ക് പേടിയുണ്ടാവും. അന്നേരം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ബ്ലൗസിൽ നിന്നാണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ടായിരിക്കും ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടാവുക, വളവ് ബ്ലൗസ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ അളന്ന് കിട്ടുന്നതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടും. ആ ചെസ്റ്റ് അളവിനെ നമ്മൾ 6 കൊണ്ട് കരിക്കുക. 6 കൊണ്ട് കരിക്കുമ്പോൾ നമുക്ക് 6-1 വണ്ണം കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടേണ്ട ഷോൾഡർ ഇവിടെ കിട്ടും. അപ്പോൾ അത് നമ്മൾ എടുത്തത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ അങ്ങനെ നമ്മൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ണം, കഴുത്തിറക്കം, ഷോൾഡർ, കൈക്കുഴി എല്ലാം കറക്റ്റ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവർക്ക് 3/4 ആണ് കൈയുടെ ഇറക്കമായിട്ട് കിട്ടേണ്ടത്. നമ്മൾ പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. കൈക്ക് 12 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ അടിവശം, ഇത് ലൈനിങ് ബ്ലൗസ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അടിവശം മടക്കി വീതിയിലാണ് മടക്കുന്നത്. അതുകൊണ്ട് 2 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടു. ഇപ്പം 14 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തും. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് റിങ്കാൽ ഷേപ്പ് ഇവർക്ക് 36 ചെസ്റ്റ് അളവായതുകൊണ്ട് 10-1 ഭാഗം 3.5 എടുത്തു. ഇനി നമുക്ക് ഇവരുടെ വണ്ണം 8 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ആം ഹോൾ റൗണ്ട് നമുക്ക് 8.5 കിട്ടണം. അത് കിട്ടുന്നുണ്ടോ നോക്കുക. 8-ൽ നമുക്ക് 8.5 കിട്ടുന്നുണ്ട്. ഇവിടെ വണ്ണം കറക്റ്റ് നമുക്ക് 8 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്ര അളവ് കഴിഞ്ഞ് താഴെ വശത്ത് നമുക്ക് കിട്ടേണ്ടത് 6.25 അത് നമ്മൾ അടയാളപ്പെടുത്തി. നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി തയ്യൽത്തുമ്പിൻ്റെ പ്രശ്നമുണ്ട്. അത് നമുക്കൊരു കഷ്ണം കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി കണ്ടിട്ട് 8.5-യുടെ പകുതി 4.25 അത് കണ്ടിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കൈ വരച്ചെടുക്കാം. കൈ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റുക. ഇപ്പോൾ കൈ വണ്ണം കുറഞ്ഞായതുകൊണ്ട് 1 ഇഞ്ച് മാറ്റുക. ഇവിടെ നിന്നും വണ്ണത്തിൽ നമ്മൾ 1 ഇഞ്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് വശം, നമ്മൾ ഫ്രണ്ട് വശവും വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്, പുറകും മുന്നുമായിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആം ഹോൾ റൗണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആം ഹോൾ റൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ക്കാൻ നേരത്തെ ഇത് ഷേപ്പ് ചെയ്തടിക്കണം, അല്ലെങ്കിൽ ഇവിടെ വണ്ണം കൂടി പോകും. കുറച്ച് ഷേപ്പ് ചെയ്തടിക്കണം. നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ആക്കി മടക്കിയിടുന്നു. അപ്പോൾ നമ്മൾ ഷോൾഡറും എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കട്ടിങ് എല്ലാം എളുപ്പമാണ്.
അപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് പുറകു പീസ് എടുത്തതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ ഷോൾഡർ ക്രോസ് വരുന്നത്. അപ്പോൾ ഈ ക്രോസ് വരുന്ന എന്തിനാണ് വെട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മറുപടി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്രോസ് വെട്ടുന്നത് നമുക്ക് കൂടുതലും ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭംഗിയും നമ്മുടെ ബ്രസ്റ്റ് ഭാഗത്ത് നല്ല ഷേപ്പിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് വെട്ടുന്നത്. അല്ലാതെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി നമ്മുടെ സ്കെയിലെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. എന്നാലേ നമ്മൾ പുറകു വശം വെച്ചിട്ട് ഫ്രണ്ട് വശം നമ്മൾ ഷോൾഡർ വരച്ചു, കൈക്കുഴി അതുപോലെ തന്നെ വരച്ചെടുത്തു. നമ്മൾ ഫ്രണ്ട് വശത്തെ ഇറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തി, സൈഡിൽ ലൈൻ ഇട്ടു. ഇനി നമുക്ക് കഴുത്ത് അകലം ടേപ്പ് സ്കെയിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 2.5 ഇഞ്ചാണ് അകലം കിട്ടേണ്ടത്. അത് നമുക്കുണ്ടോ നോക്കാം. അതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ടക്കിന് വേണ്ടി 1 ഇഞ്ച് കൂടുതലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകുവശം എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം നമുക്ക് 12.5 തയ്ച്ച് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂടുതലിടും. തയ്യൽ തുമ്പ് കൂടുതലിട്ടിട്ടാണ് നമ്മൾ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം വരയ്ക്കുന്നത്. നമ്മൾ 13.5 വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് കൈക്കുഴി കറക്റ്റ് ചെയ്യണം. നമ്മൾ പുറകുവശത്തെ കൈക്കുഴിയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കാം. അത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് നമ്മളിവിടെ 2.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വരെ വേണേലും എടുക്കാം. നമുക്കിവിടെ 2.25 അടയാളപ്പെടുത്താം. ഇനി കഴുത്ത് ലൂസായി പോകുന്നത്, അതായത് കഴുത്തൊക്കെ തയ്ച്ചിട്ട് ഈ ഭാഗം കൊണ്ട്, അതായത് കഴുത്തിൻ്റെ ഫ്രണ്ട് വശം ആദ്യത്തെ കുളത്തിൻ്റെ അവിടെ ലൂസായി പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴുത്തിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് ചെരിച്ച് വരയ്ക്കാം. ഇനി ബ്രസ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഈ വരയിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിടുക. അതിനുശേഷം ഇവിടെ 4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ചെരിച്ച് വരച്ചു. ഇവിടെ നമ്മൾ പുറത്തേക്ക് താഴെ വശത്ത് നമ്മൾ പുറത്തേക്ക് 1/2 ഇഞ്ച് കൂടുതൽ വരച്ചു. അങ്ങനെ ചെരിച്ച് വരയ്ക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് അണ്ടർ വെസ്റ്റ് BP പോയിൻ്റ് ഇറക്കം എടുക്കുക. നമുക്ക് 9.5 ബ്ലൗസിൽ നിന്ന് കിട്ടിയത്. നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി BP പോയിൻ്റ് നമുക്ക് 4 കിട്ടേണ്ടത്. തയ്യൽ തുമ്പ് നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 4.25 അടയാളപ്പെടുത്തി. അപ്പം പോയിൻ്റ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ മെയിൻ ടക്കിൻ്റെ അകലം കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇവർക്ക് ചെസ്റ്റ് അളവ് 36, വേസ്റ്റ് അളവ് 33. അപ്പോൾ 36ഉം 33ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്രയാണ്? 3 ഇഞ്ചാണ്. 36ഉം 33ഉം തമ്മിലുള്ള വ്യത്യാസം 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് നമ്മൾ മെയിൻ ടക്കിൻ്റെ വീതിയായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേർരേഖ മെയിൻ ടക്കിൻ്റെ നേർരേഖ വരച്ചാൽ നമ്മളിവിടെ നിന്ന് 1.5 ഇങ്ങോട്ടും 1.5 ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ടക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷേപ്പ് അതിന് ചെയ്യേണ്ടത് BP പോയിൻറ്റിൻ്റെ ലൈൻ അവിടെ ഇടുക. അപ്പം 2-3 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് ഈ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. ഇല്ലെങ്കിൽ ഈ BP പോയിൻറ്റിൻ്റെ രേഖയും അണ്ടർ വെസ്റ്റിൻ്റെ രേഖയും തമ്മിലുള്ള അന്തരം, അതായത് വ്യത്യാസം. അപ്പോൾ 3.25 നമുക്കുള്ളത്. അതിൻ്റെ പകുതി ഈ ടേപ്പ് 2 മടക്കിയാൽ നമുക്കിവിടെ വരും. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ടക്ക് ഇട്ടെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലത്തെ ടക്കാണ് ഇടുന്നത്. അപ്പം സാധാരണ ചിലർ ഈ ബ്രസ്റ്റ് പോയിൻ്റ് ഈ ലൈനിന് നേരെ ഇടും. അങ്ങനെ ഇടുന്ന ആർക്കാണെന്ന് വെച്ചാൽ ചെറുപ്പക്കാർക്കാണ് അങ്ങനെ ഇടുന്നത്. ഒരു 35-40 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് ഒരിക്കലും നിങ്ങൾ ഈ കൃത്യം പോയിന്റിന് നേരെ ടക്കിടാൻ പാടില്ല. കാരണം വെച്ചാൽ സാഗിങ് ബ്രസ്റ്റ് ആയിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. അതായത് കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിയുമ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സാഗിങ് ബ്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ഭംഗിയോടെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ടക്ക് ബ്രസ്റ്റ് പോയിന്റിൻ്റെ മുകളിലായിട്ടായിരിക്കണം ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഷേപ്പിനുള്ളത് വരച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ കഴുത്തിനുള്ളത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 5.25 അപ്പോൾ നമുക്ക് 2.25 വരുന്നില്ല, 2.5 ഒരു പോയിന്റ്. നമ്മൾ ഈ മെയിൻ ടക്കിൽ നിന്നും നമുക്ക് 1.5 മാറ്റി അടയാളപ്പെടുത്താം. അത് നമുക്ക് വരയ്ക്കാം.
ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ടക്ക്. ഇവിടെ 4 ഇഞ്ച് കൊടുത്താൽ മതിയാവും. ഇത് നമ്മുടെ ഷേപ്പ്. ഇനി നമുക്കിതിൻ്റെ വണ്ണം, അടിവശത്തെ വണ്ണം കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് 3 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ 3 ഇഞ്ച് നമ്മളിവിടെ വെച്ചാൽ നമുക്ക് 8.25 കിട്ടുന്നത്. ഇവിടെ നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം, തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത് കക്ഷത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന, അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് വരുന്ന ടക്കാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആ ടക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മൾ 1.5, ശേഷം ഈ വരയല്ല, ഈ പോയിന്റാണ് ബേസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ടക്കം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 1.5 ഒരു പോയിന്റുമാണ് ഇവിടെ വന്നിട്ടുള്ളത് അകലം. ഇവിടെ നമുക്ക് 1.5 കൊടുക്കാം. ടക്ക് വരുന്നുണ്ട്, നമുക്കിവിടെ 1 ഇഞ്ച് ആയാലും കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഈ ടക്കിൻ്റെ വീതി നോക്കണം. നമുക്ക് 3.25 ഒരു പോയിന്റുമാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 3.25 ഒരു പോയിന്റും അടയാളപ്പെടുത്തണം. ശേഷം അത് നമുക്ക് കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1/2 ഇഞ്ച്. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 4 ഇഞ്ച് കുറച്ചു, ഇവിടെ 4 ഇഞ്ച് കൂട്ടി. ഇത് ടക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് നേരെ വരും. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാൻഡ് പീസ്, അത് നമ്മൾ മെയിൻ ടക്ക് പിടിച്ചിട്ട് എത്രയാണോ നമുക്ക് ബാക്കി വരുന്നത് അതിനെ നമുക്ക് പുറകു പീസയിൽ വെച്ച് നോക്കിയിട്ട്, അതെൻ്റെ വീഡിയോ ചാനലിൽ വീഡിയോ കാണുന്നവർക്കറിയാം ഇതെങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നുള്ളത്. അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ അളന്ന് നോക്കുക, തയ്യൽത്തുമ്പ് കൂട്ടണം. ഇവിടെ 3.5 വന്നു, ഇവിടെ നമ്മൾ 4.5, ഇവിടെ നമുക്ക് 2.5 വന്നു, 3.5, ഇവിടെ നമുക്ക് 3.5 വന്നു, 4.5. അപ്പം ഈ സൈഡിലും സെയിം അളവാണ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണക്കിൽ നമ്മൾ ബാൻഡ് വെട്ടിയെടുക്കുക, ക്രോസ് പീസ് പടിയെല്ലാം കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ സാരി ബ്ലൗസ് നമുക്ക് അളവായിട്ട് തന്നാൽ നമ്മൾ ഇങ്ങനെയാണ് അളവെടുത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്, തുണി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.